നമുക്കെല്ലാവർക്കും ഫിറ്റ് ബോഡി വേണമെന്നായിരിക്കും ആഗ്രഹം. കാരണം ആരോഗ്യം നല്ലതാണെങ്കിൽ എന്ത് കാര്യവും ഈസിയായി ചെയ്യാൻ സാധിക്കും. എക്സർസൈസും വർക്കൗട്ടും ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ തൈസ് സ്ട്രോങ് ആയി തീരാറുണ്ട്. അത്ലറ്റ്സ്, സ്പോർട്സ് പേഴ്സൺസ്, സ്വിമ്മേഴ്സ് തുടങ്ങിയവരെല്ലാം തൈസ് സ്ട്രോങ് ആക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ സ്ട്രോങ് തൈസ് ലഭിക്കുകയുള്ളൂ എന്നാണ് കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായവർക്കും അത് നേടിയെടുക്കാവുന്നതാണ്. ബേസ്മെന്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ബിൽഡിങ്ങും സ്ട്രോങ് ആകുകയുള്ളൂ. അതുപോലെ നമ്മുടെ തൈസും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പർ ബോഡിയും സ്ട്രോങ് ആയി തീരൂ. നോർമലി ജിമ്മിൽ പോകുന്നവർ അവരുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, ചെസ്റ്റ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാറുണ്ട്. ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ഇതാണ് പെർഫെക്റ്റ് വർക്കൗട്ട് എന്നാണ്. എന്നാൽ ഇത് സത്യമല്ല. ബോഡി സ്ട്രോങ് ആയി തീരുന്നതിന് തൈസ് മസിൽസിനും നിങ്ങൾ നന്നായി എക്സർസൈസ് കൊടുക്കണം. കാലുകളിലെ മസിൽ സ്ട്രോങ് ആകുവാൻ അതിനു വേണ്ടിയുള്ള എക്സർസൈസുകൾ ചെയ്യണം. തൈസ് എക്സർസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിക്കും. അതിലൂടെ കാലിന്റെ മസിലുകൾ ഒന്നുകൂടി സ്ട്രോങ് ആയിത്തീരും. സോ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ആർമിയിലും നേവിയിലും എല്ലാം ജോലി ചെയ്യുന്നവർ ജിമ്മിൽ പോകുന്നില്ലെങ്കിൽ പോലും അവരുടെ ബോഡി എപ്പോഴും ഫിറ്റ് ആയിരിക്കുന്നത് കാണാം. അവർക്ക് ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് ഈ മസ്കുലർ ബോഡി വന്നു ചേർന്നത്. അവരുടെ ബോഡിയെ നന്നായി സ്ട്രെസ് കൊടുത്ത് വർക്കൗട്ട് ചെയ്ത് ഡെയിലി കിലോമീറ്ററുകളോളം ഓടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡെയിലി ഓടുന്നത് കൊണ്ട് അവരുടെ മസിൽസ് ഓരോ ദിവസം കഴിയുന്തോറും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഓടുക എന്നത് കുറേയേറെ എക്സർസൈസും വർക്കൗട്ടും ചെയ്യുന്നതിന് തുല്യമാണ്. ഓവറോൾ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഒന്നാണ് ഓട്ടം. ആരോഗ്യം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വർക്കൗട്ട് കൂടാതെ ഹൈ പ്രോട്ടീനും ഹൈ കാർബ്സും അടങ്ങിയ ഫുഡും ഒരു 2-3 മാസത്തേക്ക് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മസിൽസിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. ഈ രീതികളെല്ലാം കറക്റ്റായി ഫോളോ ചെയ്താൽ മസിലുകൾ സ്ട്രോങ് ആയിത്തീരും. നിങ്ങളുടെ സ്റ്റാമിനയും നന്നായി വർദ്ധിക്കും. ഇതേപോലെ തൈസ് മസിൽ സ്ട്രോങ് ആക്കി വെക്കാനുള്ള 5 ടിപ്സുകളുണ്ട്. ഇതിലെ ആദ്യ ടിപ്പ് കാർബ്സ് ആൻഡ് പ്രോട്ടീൻ ഫുഡ്സ്. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ മസിലുകൾ ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആകും. കൂടുതലായി എക്സർസൈസ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ശരിയായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബേഴ്സ്, കലോറീസ് എന്നിവ അടങ്ങിയ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കണം. നമ്മൾ നോർമലായി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവ പ്രോപ്പറായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണം വേണം കഴിക്കുവാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്സിലും പീനട്സിലും ആവശ്യമായ അളവിൽ കാർബ്സും ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ മിൽക്ക്, പയർവർഗ്ഗങ്ങൾ, ദാൽ തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. 1 കിലോഗ്രാം പീനട്ടിൽ 266 ഗ്രാം പ്രോട്ടീനും 5270 ഗ്രാം കലോറീസും കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. അഥവാ സാധാരണ പീനട്ട് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പീനട്ട് ബട്ടർ അവൈലബിൾ ആണ്. അത് ജാം പോലെ ബ്രെഡിൽ പുരട്ടി കഴിക്കാവുന്നതാണ്. ഓട്സിലാണെങ്കിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ എന്നിവ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. വിശദമായി നോക്കുകയാണെങ്കിൽ 200 ഗ്രാം പ്രോട്ടീൻ, 140 ഗ്രാം കലോറീസ്, 700 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്. സോ ഇതെല്ലാം നമ്മുടെ ഫുഡ് മെനുവിൽ ഉൾപ്പെടുത്തി ഒരു പ്രോപ്പർ ഫുഡ് ഡയറ്റ് തയ്യാറാക്കാം. ഇത് നമുക്ക് നല്ല റിസൾട്ട് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ ടിപ്പാണ് സ്ക്വാറ്റ്സ്. സ്ക്വാറ്റ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 2 കാലും അല്പം അകറ്റി വെച്ച് ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലാപ്പ് സ്ട്രോങ് ആവും. കൂടാതെ കാലിന്റെ മസിൽസ് സ്ട്രോങ് ആക്കാനും ഈ എക്സർസൈസ് സഹായിക്കും. സ്ക്വാറ്റ് ചെയ്യുമ്പോൾ നടുവ് സ്ട്രെയിറ്റ് ആയി വെച്ച് വേണം ചെയ്യുവാൻ. അഥവാ മുതുകിന്റെ ഭാഗം സ്ക്വാറ്റ് ചെയ്യുന്ന സമയം ബെൻഡ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കിയേക്കാം. സ്ക്വാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചെസ്റ്റ് ആൻഡ് ഹിപ്പ് രണ്ടും സെയിം പോയിന്റിലാകണം. ബോഡിയുടെ ബാക്ക് പോസ് തീർത്തും താഴേക്ക് പോകാതെ മീഡിയം ഹൈറ്റിലാകാൻ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സ്ക്വാറ്റ് ചെയ്യുമ്പോൾ 2 കാലിന്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കണം. ഇവയെല്ലാം ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി ഈ എക്സർസൈസ് ചെയ്യുന്നത് ബോഡി ഇഞ്ചുറിക്ക് കാരണമായേക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ശരിയായ പ്രോസസ്. വീഡിയോയിൽ ഉള്ളതുപോലെ നിങ്ങളുടെ ചെസ്റ്റും ഹിപ്പും സ്ട്രെയിറ്റ് ആക്കി വേണം സ്ക്വാറ്റ് ചെയ്യുവാൻ. സ്ക്വാറ്റ് എക്സർസൈസ് സുമോ ഗുസ്തി പോലെയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കറക്റ്റായി 90 ഡിഗ്രി ആംഗിളിൽ കാലുകൾ വെച്ച് ഇത് ചെയ്യുന്നതിലൂടെ കാലിന്റെ ബലം വർദ്ധിക്കും. ടിപ്പ് നമ്പർ 3, ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ കണ്ടിന്യൂസ് എക്സർസൈസ് കൊണ്ട് സാധിക്കും. ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഇന്റൻസ് വർക്കൗട്ടിൽ ഏർപ്പെടുമ്പോൾ ശരീരത്തിലെ അധിക കലോറി ഇല്ലാതാകുകയും ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുകയും ചെയ്യും. എക്സർസൈസ് കൂടാതെ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹെൽത്ത് സപ്ലിമെന്റ്സും വിപണിയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം
അത് ശരീരത്തിലെ പല ഫംഗ്ഷൻസിന്റെയും ബാലൻസ് തെറ്റിക്കും. ഇത്തരം മരുന്നുകളിൽ പല കെമിക്കൽസും ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ എത്രമാത്രം ഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കുന്നോ അത്രയും ശരീരം ഹെൽത്തിയായി വെക്കാൻ നമുക്ക് സാധിക്കും. ഈ ഹെൽത്ത് സപ്ലിമെന്റ്സിന് പകരമായി ആവശ്യമെങ്കിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കാം. ടിപ്പ് നമ്പർ 4, ലഞ്ചസ് എക്സർസൈസ്. ഈ എക്സർസൈസ് ചെയ്യുവാൻ വീഡിയോയിൽ കാണുന്നത് പോലെ നിവർന്നു നിന്ന ശേഷം വലതുകാൽ മുട്ടുമടക്കി പിന്നിലേക്ക് നീട്ടിവെക്കുക. അതേസമയം തന്നെ ഇടതുകാൽ തറനിരപ്പിലേക്ക് താഴ്ത്തി നിൽക്കുക. ഇനി ഇടതുകാൽ പിന്നിലേക്ക് നീട്ടിയും വലതുകാൽ തറനിരപ്പിലേക്ക് താഴ്ത്തിയും ലഞ്ചസ് ഒരു റൗണ്ട് പൂർത്തിയാക്കാം. ഈ എക്സർസൈസ് 2 കാലുകൾ കൊണ്ട് മാറി മാറി ചെയ്യുന്നതിലൂടെ കാലിന്റെ പേശികൾക്ക് ബലം കൂടുകയും സ്റ്റാമിന വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വാക്കിംഗ് ലഞ്ചസും ചെയ്യാവുന്നതാണ്. നടത്തത്തിനിടയിൽ ഈ എക്സർസൈസ് ചെയ്യുന്നത് കാലിലെ മസിൽ സ്ട്രോങ് ആകാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 5, സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഇത് സ്ക്വാറ്റിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. നോർമലായി സ്ക്വാറ്റ് ചെയ്യുമ്പോൾ കൈ ഫ്രീ ആക്കി വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ എക്സർസൈസിൽ കയ്യിൽ ഒരു അയൺ റോഡോ ഡംബലോ വെച്ച് ചെയ്യാം. അഥവാ വെയിറ്റ് ഇല്ലെങ്കിൽ കൈ 2 മടക്കി വെച്ചും ചെയ്യാവുന്നതാണ്. വെയിറ്റ് വെച്ച് ചെയ്യുമ്പോൾ കാൽമുട്ടുകൾ ചെറുതായി ബെൻഡ് ചെയ്ത് വേണം ചെയ്യാൻ. ഇതിലൂടെ മുതുകു മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗത്തെ മസിൽസുകൾ നല്ല സ്ട്രോങ് ആകും. ഈ എക്സർസൈസ് ഒരു ദിവസം 3 സെറ്റ് വരെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 5ാമത്തെയും അവസാനത്തെയും ടിപ്പാണ് റണ്ണിങ്. ഹെൽത്ത് എക്സ്പേർട്സ്, ഡോക്ടേഴ്സ്, സ്പോർട്സ് പേഴ്സൺസ് ഇവരൊക്കെ പറയുന്നത് ഓട്ടം വളരെ നല്ലതാണെന്നാണ്. നിങ്ങൾക്ക് എത്ര ഓടാൻ കഴിയുന്നോ ഓടിക്കൊണ്ടേയിരിക്കൂ. ബാക്കി എല്ലാ എക്സർസൈസുകളും ചെയ്യുന്നതിന് തുല്യമാണ് ഓട്ടം. എക്സർസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് പറ്റിയ ഒരു മാർഗമാണിത്. എക്സർസൈസുകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാവുന്ന ഒന്നാണ് റണ്ണിങ്. ഡെയിലി ഓടിയാൽ തന്നെ നിങ്ങളുടെ ബോഡി മസിൽ സ്ട്രോങ് ആയിരിക്കും. റണ്ണിങ് ചെയ്യുന്നതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. നമ്മൾ നോർമലായി റണ്ണിങ് ചെയ്യുന്നത് ഒരു ടൈപ്പ്. മറ്റൊരു ടൈപ്പ് സ്പോർട്സ് പേഴ്സൺസ് യൂസ് ചെയ്യുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് സ്പ്ലിറ്റ് ആൻഡ് ബാക്ക് റണ്ണിങ്. ഈ ബാക്ക് റണ്ണിങ് നിങ്ങളുടെ ലെഗ് മസിൽസിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റും. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പറഞ്ഞ എക്സർസൈസുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബോഡി മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സാധിക്കും. കൂടാതെ ബോഡി അട്രാക്റ്റീവ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലെയുള്ള നിരവധി ഇൻഫർമേഷൻ വീഡിയോസ് ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ആ വീഡിയോകളും സന്ദർശിക്കുക. സോ പുതിയൊരു വീഡിയോയിലൂടെ നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്ക് ബൈ ബൈ.